അപ്പൊ നമ്മളൊരു ഇതിൽ കണ്ടു 73 വയസ്സ് വരെ ആയുസുള്ളൂ എന്നൊരു ജോത്സ്യം പറഞ്ഞല്ലേ എന്റെ ജാതകവിധി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അത് കണക്ക് കുട്ടിയാണ് ഇരുന്നത്, പക്ഷെ തെറ്റി. അമ്മ അപ്പൊ ഇവിടെ എന്തൊക്കെ കൃഷികളാ ഉള്ളത്? ബീച്ചില് പാവല്, പിന്നെ കുക്കമ്പർ, വെണ്ട, വഴുതന, കണിവെള്ളരി, പയറ്, തക്കാളി, അങ്ങനെ എല്ലാ പച്ചക്കറികളും. നമസ്കാരം, നമ്മളെ കൂടെ ഇന്നുള്ളത് ശശികല അമ്മയാണ്. 73 വയസ്സ് വരെ തനിക്ക് ആയുസുള്ളൂ എന്നൊരു ജോത്സ്യം പറഞ്ഞിട്ടും അതിനൊന്നും വകവെക്കാതെ ഇപ്പോഴും കൃഷിയിലൂടെ ജീവിതം നയിക്കുകയാണ് ശശികല അമ്മ. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പൊ ഒരുപാട് വർഷമായോ കൃഷി ചെയ്യാൻ? വർഷമായി, ഒരു 40 വർഷത്തോളം നീണ്ടു നിൽക്കും എന്റെ കൃഷി. എന്താണെന്ന് വെച്ചാൽ ഞാൻ 1968 എന്റെ വിവാഹം. അപ്പൊ അന്ന് 18 വയസ്സേ ഉള്ളു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വേറെ തൊഴിലൊന്നും ഇല്ലല്ലോ, തൊഴിലൊന്നും വിടത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ കൃഷിയിലേക്ക് ചെയ്തു തുടങ്ങി. കൃഷി എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് ഉണ്ട്, പൂക്കളുണ്ട്, പച്ചക്കറികളുണ്ട്, അങ്ങനെ എല്ലാം കൂടി കലർന്നൊരു കൃഷികളാണ്. ഇനിയിപ്പൊ ഞാൻ തന്നെയാണ് ഇപ്പൊ നന തീർന്നു വന്നതേ ഉള്ളു എല്ലായിടത്തും. കഷ്ടപ്പാടാണ്, എന്നാലും നമ്മൾ കൃഷി കൊണ്ട് നമുക്ക് അതിനുള്ള ആദായം കിട്ടുന്നതുകൊണ്ട് നമ്മളത് വിട്ടുകളയണില്ല. പ്രായം നോക്കണില്ല മേലെ. എന്നാലും ചുമ തുടങ്ങിയിട്ട് എനിക്ക് 2-3 മാസമായെങ്കിലും മരുന്ന് കൊണ്ട് ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും ബുദ്ധിമുട്ടെടുക്കാനായിട്ടാണ്. എന്നാലും നമ്മൾ ഇതൊക്കെ വെച്ചു പിടിപ്പിച്ച് നമ്മളതൊക്കെ കൃഷിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മളിത് ഓടിച്ചു പോകുന്നത്. അല്ല നമ്മുടെ വൈകായിക മാറ്റി വെച്ചിട്ട് നമ്മളെ കൃഷിയിലൂടെ നമ്മളത് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും. അപ്പൊ പകുതി ക്ഷീണങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അപ്പൊ നമ്മളൊരു ഇതിൽ കണ്ടു 73 വയസ്സ് വരെ ആയുസുള്ളൂ എന്നൊരു ജോത്സ്യം പറഞ്ഞല്ലേ എന്റെ ജാതകവിധി എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അത് കണക്ക് കുട്ടിയാണ് ഇരുന്നത്, പക്ഷെ തെറ്റി. അമ്മ അപ്പൊ ഇവിടെ എന്തൊക്കെ കൃഷികളാ ഉള്ളത്? കൃഷികളെന്ന് പറഞ്ഞ് നമ്മളിപ്പോ പടവളം, ബീച്ചില് പാവല്, പിന്നെ കുക്കമ്പർ, വെണ്ട, വഴുതന, കണിവെള്ളരി, പയറ്, തക്കാളി, അങ്ങനെ എല്ലാ പച്ചക്കറികളും വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? ഫ്രൂട്ട്സ് ഐറ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് മുള്ളാത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക്, ഞങ്ങൾ ക്യാൻസറുകാർക്ക് വലിയ ഒരു ഔഷധ സാധനമാണ് മുള്ളാത്തിന്ന്. ആ ചക്ക വലുതായിട്ട് കിട്ടിയ ഒരു ചക്കയ്ക്ക് ഞങ്ങൾ ഇതുപോലെ തൂക്കി മേടിച്ചിട്ട് 270 രൂപ 260 രൂപ ചേർത്തലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ വിട്ട ഉണ്ടാകുന്ന എല്ലാം ഇങ്ങനെയുള്ള ക്യാൻസർ രോഗികൾക്ക് പപ്പങ്ങായും ഇത് കൊടുത്തു വിടും, പഴുപ്പിച്ച് അങ്ങനെ കൊടുക്കും. പിള്ളേരോട് പറഞ്ഞ അവര് കൊണ്ട് കൊടുക്കും. പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ്? പിന്നെ അല്ലിനാരകം തന്നെ ചുവപ്പും വെള്ളയുണ്ട്, ചെറിയുണ്ട്, പിന്നെ ആത്തയുണ്ട്, മുള്ളാത്തയുണ്ട്, മറ്റേ ചാമ്പങ്ങയുണ്ട്, ചുവപ്പും വെള്ള, പിന്നെ ഇത് മാങ്കോസ്റ്റിനുണ്ട്, മിറാക്കിൾ ഫ്രൂട്ട്, റംബൂട്ടാൻ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. തേനീച്ച ഉണ്ടല്ലേ? തേനീച്ച ഞങ്ങള് കൃഷിഭവൻ വഴി വെച്ചതാ. കൃഷിഭവൻ വഴി തേനീച്ചയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് തേനീച്ച വെക്കണമെന്നിട്ട് അങ്ങനെ തേനീച്ച വെച്ചതാ. നമ്മള് കുറച്ച് പൈസ അടക്കുമ്പോ അവര് കൊണ്ടുവന്ന് വെച്ച് കൃഷിഭവനിലും മറ്റേ നമ്മുടെ മോഡ ഗ്രൂപ്പുകാര് ഫോണിൽ ഇതുപോലെ നിങ്ങളെ കണ്ട പോലെ കണ്ടേച്ചു. എന്റെ പേര് എന്നെ തിരക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുപോയി ഇവിടെ വന്ന് എന്നെ ആദരിച്ച് അങ്ങനെയൊക്കെ എല്ലാ അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ? അല്ല ഊർജം തരുന്നില്ല. പിന്നെ ഇത് അതെ അതെ, അങ്ങനെ ഒരു ഊർജം തന്നെ ഉണ്ട് നമുക്ക് കൃഷിയിലൂടെയാണ്. നമ്മുടെ ഇപ്പൊ കാനിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. നമ്മുടെ മെമ്പർ നമ്മുടെ സന്തോഷ് മെമ്പറാണ്, അഡ്വക്കേറ്റ്. അപ്പോൾ പുള്ളിയാണ് എന്നെ കഴിഞ്ഞ വർഷം മുതലേ ഈ എല്ലാ ലോകം അറിയപ്പെടത്തക്ക രീതിയിൽ ചാനലുകാരെ കൊണ്ടുവരികയും ഇത് ആക്കി ഇങ്ങനെ ചാനലിലൂടെ എന്നെ അറിയപ്പെട്ടത് ലോകം മുഴുവൻ.
ചെറുതിലെ കായ്ക്കണം വേണ്ടത്. ഇതാ മുന്തിരിയുടെ ഇതാണ് കിടക്കണ, ഇതെല്ലാം മുന്തിരിയുടെ ആണ്. ഇതാ പൂർത്തിയതായിരുന്നു, തണറായിക്കായിരിക്കും. മുന്തിരിയുടെ വള്ളിയാണ് ഈ പറഞ്ഞ് കിടക്കണേ. ഇതെല്ലാം തീർന്നാറിനെ അറുത്ത് വിടണം. ഇത് മൊത്തം മാറ്റിയിട്ട് മാൻ പറഞ്ഞ് മുന്തിരി തന്നെ ഇടാൻ. മൊത്തേ ഇവിടെ മുന്തിരി മാത്രം ഇട്ടാൽ മതി. എന്നിന് കുക്കമ്പർ, എല്ലാം കുക്കമ്പറാണ് ഉണ്ടായത്. ഇതെല്ലാം നമ്മളെ എടുത്തു കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ എടുക്കും. അല്ലെങ്കിൽ പിന്നെ മൂത്ത് പോകും. പിന്നെ ഇപ്പൊ ചൂട് കാലത്ത് ഞങ്ങൾ ഇതാണ് കൂടുതൽ വിടണണ്ട കുക്കമ്പർ. കദളി വാഴ വെച്ചിരിക്കേ, അങ്ങനെ കദളി പഴം ഉണ്ടായിരുന്നു. ഇത് വഴുതന, അതെല്ലാം വഴുതനയാണ്. കണ്ട ഒരുപാട് കാകിട്ട് നല്ല പോലെ. ഇത് കപ്പലണ്ടി. ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മളിനി രണ്ടാമത് ട്രിപ്പ് ഇടണം. ഇത് കപ്പലണ്ടിയാ. കപ്പലണ്ടി പൂത്ത് പാടത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഇട്ട് പറിച്ച് മന്ത്രിക്ക് വരെ കൊടുത്തു ഞങ്ങൾ. ഇത് കണ്ട, ഇത് പയറ് വീഴാൻ തുടങ്ങിയതേ ഉള്ളു. ഇപ്പൊ ഇത് കത്തിയും പൂവായത്. ഇവിടെ നേരത്തെ നിന്ന് പയറെല്ലാം പറിച്ചു ഇപ്പൊ രണ്ടാമതിട്ട്. ഫ്രൂട്ട്സും ഉണ്ടല്ലേ, പച്ചക്കറി മാത്രമല്ലല്ലോ? എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഒരു ചെറിയ ചെടി പോലും നടാൻ മടിയുള്ള നമ്മളെ പോലുള്ള നമ്മള് പൂക്കൃഷി സമയത്ത് ഇവിടെ മുഴുവനും വെന്തിയായിരുന്നു. അങ്ങനെ ഇത് ഔഷധ സാധനങ്ങൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടികളെല്ലാം പറഞ്ഞ എല്ലാ ഓർക്കിഡും സകല സാധനം. അപ്പൊ ഇനി ഒരുപാട് കാലം ഇങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിൽക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരുപാട് പേര് കൊണ്ടുപോയി എല്ലാം വെച്ച് പിടിപ്പിക്കും. അവർ വന്ന് ചോദിക്കും, ഞാൻ കൊടുക്കും, അല്ലെ പിടിപ്പിച്ചു കൊടുക്കും. ചിലപ്പോ ചെടിച്ചട്ടിയാണ് കൊടുത്തു വിടും. നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിത് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നമ്മൾ എത്ര ചെടിച്ചട്ടി വെക്കാന്നറിയാവോ? ഇതെല്ലാം ഞാൻ ഉരിഞ്ഞാണ് അത്രയും ചെടി കണ്ട 27 അവിടെ ഗ്രോ ബാഗിൽ വെച്ച് കണ്ട. ഇതിങ്ങനെ 2 വീതം ഉരിഞ്ഞെടുക്കും. അതേസമയത്ത് ഇത് നമ്മള് വാങ്ങിക്കാൻ ചെന്ന ഒരു ചെടിച്ചട്ടി വെച്ച 90-100 രൂപയാണ് ഗാർഡൻകാര് പറയുന്നത്. അത് ഇത് പല സൈസ് ഉണ്ട്. ഇതിപ്പോ ഇങ്ങനത്തെ ഉണ്ട്, ഇത് കട്ടയുണ്ട്, കട്ടപ്പൂവായിട്ടുള്ളത്. അങ്ങനെ പിന്നെ വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ ഒരുപാട് കളറിലെ ഓർക്കിഡാണ്.